കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ അച്ഛന്റെ സ്വന്തം മകനല്ല അച്ഛ. അച്ഛൻ എന്റെ സ്വന്തം അച്ഛനല്ലെന്നാണോ? ഞാൻ നിനക്ക് സ്വന്തം അച്ഛൻ തന്നെ ഉണ്ണി. നീ എനിക്ക് സ്വന്തം മകനും. പിന്നെ ആ അങ്കിൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ? അത് അയാൾ അറിയാതെ പറഞ്ഞതാ. ചെറിയമ്മ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇളയമ്മയ്ക്ക് അറിയില്ല ഉണ്ണി. ഞാനല്ലേ നിന്നോട് പറയുന്നേ, നീ എന്റെ മകൻ തന്നെ, ഞാൻ നിന്റെ അച്ഛനും. എന്തിനാ അബി കൊച്ചുകുട്ടി എങ്ങനെ പറ്റിക്കുന്നേ? ഇളയമ്മയ്ക്കൊന്ന് മിണ്ടാതിരിക്കാമോ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കും. ഉണ്ണി എന്റെ സ്വന്തം മകനാണെന്ന് ഒഫീഷ്യലായിട്ടും ലീഗലായിട്ടും ഞാൻ തെളിയിച്ചിരിക്കും. ഉണ്ണി, മോൻ വെറുതെ വിഷമിക്കണം. വേറെ ആരും ഈ കാര്യത്തിൽ അഭിപ്രായം പറയണ്ട. എനിക്ക് അനുവും കീർത്തി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഉണ്ണി. അനുവും കീർത്തി എന്റെ 2 പെൺകുട്ടികളാണെങ്കിൽ ഉണ്ണി എന്റെ മൂത്ത ആൺകുട്ടിയാണ്. നിയമം അനുസരിച്ച് അത് നടക്കില്ലെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? നിയമം അംഗീകരിക്കുന്ന രീതിയിൽ ചെയ്യാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിയമത്തിന് മുന്നിൽ മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഉണ്ണി എന്റെ മകനാണെന്നും അനുവിന്റെ കീർത്തിയുടെ ഏട്ടനാണെന്നും ഞാൻ അംഗീകരിപ്പിക്കും. ഉണ്ണി, അനു, കീർത്തി, നിങ്ങൾ സ്കൂളിലേക്ക് വെക്കോ. അഖിൽ, നീ ഇവരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യും. ശരി ഏട്ടാ. ബാബാ ബൈ. ഏട്ടാ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. ഞാനിപ്പോ റെഡിയായിട്ട് വരാം അബി. ഈ കാര്യത്തെക്കുറിച്ച് ഇനി ഇവിടെ ആരും ഒന്നും സംസാരിക്കരുത്. കൂടുതൽ ആലോചിക്കാൻ വേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. നിയമം അനുസരിച്ച് ഉണ്ണി തന്റെ സ്വന്തം മകനാണെന്ന് എങ്ങനെ തെളിയിക്കും നിന്റെ അഭിയേട്ടൻ? അതാ ആന്റി. പിന്നെ നീ ഇതിന് ടെൻഷൻ ആവുന്നത്? ഏട്ടൻ അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ എല്ലാവരും അങ്ങനെയല്ലേ പറയൂ.
കാർത്തിക പോലും അങ്ങനെ പറഞ്ഞു. അതൊന്നും നീ ശ്രദ്ധിക്കണ്ട വസു. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാന്ന് അഭി പറഞ്ഞിട്ടല്ലേ പോയത്. ഉണ്ണിക്കേട്ടനെ ഒരുപാട് ഇഷ്ടമാ ചേച്ചി. ജനിച്ചത് മുതലേ അച്ഛനില്ലാതെ വളർന്ന കുട്ടിയല്ലേ ഉണ്ണി. ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ അച്ഛൻ എപ്പോഴാ വരുന്നേന്ന് എന്നും ചോദിക്കുമായിരുന്നു. എനിക്ക് അത് വേണോ അച്ഛാ, ഇത് വേണോ അച്ഛാ എന്ന് പറഞ്ഞിട്ട് വെറുതെ എത്ര എഴുതുമായിരുന്നു. അവൻ ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്ത് അതല്ല അച്ഛൻ അയച്ചതെന്ന് ഞാൻ അവനോട് പറയും. അത് കേട്ട് അവൻ സന്തോഷിക്കുകയും ചെയ്യും. ഏട്ടനെ കണ്ടതിന് ശേഷം അവന്റെ സന്തോഷത്തിന് അളവേയില്ല. ഉണ്ണിയുടെ കാഴ്ചയില് അദ്ദേഹം ഒരു ഹീറോയാ. ഇപ്പൊ എന്നെക്കാൾ ഉണ്ണിക്ക് അദ്ദേഹമാണ് ജീവൻ. അങ്ങനെയുള്ളപ്പോ അദ്ദേഹം അച്ഛനല്ല ഗാർഡിയനാണെന്നൊക്കെ പറയുമ്പോ അവന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. അവൻ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ചേച്ചി. എനിക്ക് മനസ്സിലാവും വസു. ഉണ്ണിക്ക് അഭി തന്നെ അച്ഛൻ. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിൽ അത് തന്നെ സത്യം. ഇതിനു വേണ്ടി അഭി എന്ത് വേണമെങ്കിലും ചെയ്യും വസു. അറിയാം ചേച്ചി. ഉണ്ണി എത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഉണ്ണിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അനുവിനെയും കീർത്തിയും പോലെ തന്നെയാ ഉണ്ണിയെ കാണുന്നത്. അദ്ദേഹം ഉണ്ണിയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ഏട്ടൻ പെരുമാറുന്നത്. ഈ വിവാഹത്തോടെ എനിക്കൊരു നല്ല ഭർത്താവിനെയും ചേർത്ത് ഉണ്ണിയെ സ്നേഹിക്കുന്ന ഒരു നല്ല അച്ഛനെയും കൂടിയാ കിട്ടിയേ. അതോർത്ത് ഞാൻ സന്തോഷിച്ചതാ. ഇപ്പൊ ആ സന്തോഷവും സമാധാനവും എല്ലാം നശിക്കുമോ എന്ന് പേടിയുണ്ട് ചേച്ചി. എന്തിനാ വസു നീ ഭയപ്പെടുന്നത്? ഈ പ്രശ്നം നിന്റേതോ ഉണ്ണിയുടേതോ മാത്രമല്ല, അഭിയുടെയും കൂടിയാ. അഭിയെ കുറിച്ച് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. എത്ര വലിയ പ്രശ്നത്തിനവൻ പരിഹാരം കണ്ടിരിക്കും. പക്ഷെ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലം അല്ലേ ചേച്ചി? ഒരു ലീഗൽ പ്രശ്നമാണ് ഇത്. ഏട്ടനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? മനസ്സുകൊണ്ട് എപ്പോഴേ അഭിയും ഉണ്ണിയും അച്ഛനും മോനും ആയി കഴിഞ്ഞു. ഇടയിലെ നിയമങ്ങൾ എന്ത് ചെയ്യാനാ വസു? ഒരു തവണ നഷ്ടപ്പെട്ട ജീവിതം തിരികെ കിട്ടിയതല്ലേ ചേച്ചി? വേദനകൾ മാത്രം അനുഭവിച്ച ഒരു ജീവിതം ഈശ്വരന്റെ കരുണ കൊണ്ട് ഒരു ചെറിയ അടയാളം കിട്ടിയെന്നാ ഞാൻ കരുതിയ. അത് ഞങ്ങളുടെ അടയാളം അല്ലാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ നൂല് പൊട്ടിയ പട്ടം പോലെ ആവില്ല ഞങ്ങള് ചേച്ചി. നീ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്നത് വസു. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ വെറുതെ പേടിക്കാതെ. ആദ്യം ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന വിഷയം വീട്ടിൽ വരാതിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ധൈര്യമായിട്ടിരിക്കേണ്ടത്. ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് അഭി തീർച്ചയായിട്ടും പരിഹാരം കണ്ടിരിക്കും വസു. നീ ധൈര്യമായിട്ടിരിക്കെ. നന്നായിട്ട് ഛർദിക്ക്. നന്നായിട്ട് ഛർദിക്ക്. ഛർദിക്ക് മോളെ. ഇനി ഛർദിക്ക്. ഛർദിക്ക്. ഞാൻ ഇവിടെ വോമിറ്റ് ചെയ്യുമ്പോ നിങ്ങൾ നിന്ന് സന്തോഷിക്കുകയാണോ? ഇത് സന്തോഷിക്കേണ്ട കാര്യം തന്നെയാ മോളെ. നീ എത്രത്തോളം കൂടുതൽ ഛർദിക്കുന്നോ അത്രത്തോളം നല്ലതാ. ആന്റി എന്തൊക്കെയാ പറയുന്നേ? വെറുതെ സംസാരിച്ചോണ്ട് നിക്കാതെ നീ അത് ഛർദിക്ക്. ഛർദിക്കടി. വയറ്റിലുള്ളതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോവാ. ഛർദിക്ക്. ഛർദിക്കടി. നിങ്ങൾക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. നിനക്കാ ഛർദി വന്നോണ്ടിരിക്കുന്നേ. അയ്യോ, ഇത് എത്ര സന്തോഷമുള്ള കാര്യ. അയ്യോ, എനിക്ക് കയ്യും കാലം തറയിൽ നിൽക്കുന്നില്ലല്ലോ. മോളെ മോളെ, നിനക്ക് പച്ചമാങ്ങ കഴിക്കണം തോന്നുന്നുണ്ടോ? അതോ പുളിമുട്ടായി വേണോ? പുളിയുള്ള എന്ത് കഴിക്കണം തോന്നുന്നോ അതൊക്കെ പറ. എത്ര വേണേലും നിനക്ക് കഴിക്കാം. നിന്റെ ഇഷ്ടം. നിന്നെ തടയാൻ ആരും കാണില്ല. അയ്യോ, ഞാൻ എന്തിനു കഴിക്കണോ ഇതൊക്കെ? എടി, ഇതൊക്കെ കഴിക്കാനേ തോന്നത്തുള്ളൂ. എടാ കൊച്ചുമോനെ, വേഗം വാടാ. എടാ കൊച്ചുമോനെ, വാ വാ, ഓടി വാടാ. വാ 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 വാ. എന്താ ഇളയമേ? എടാ, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ടടാ. നിന്റെ ഭാര്യയുടെ കുളി തെറ്റിയടാ. എന്താ കുളി തെറ്റിയെന്ന് വെച്ചാ? ഇവൾ ഇന്ന് രാവിലെ കൂടി കുളിച്ചേ ഉള്ളൂ. അയ്യോ,
അയ്യോ കുളി തെറ്റിയെന്ന് പറഞ്ഞ ആ കുളി തെറ്റിന്നല്ലടാ കൊച്ചുമോനെ. നിന്റെ ഭാര്യ ഛർദിക്കായിരുന്നടാ. നീ ഒരു അച്ഛനാവാൻ പോവാടാ. നിന്റെ അച്ഛൻ വീണ്ടും അപ്പൂപ്പനാവാൻ പോവാ. നിന്റെ അമ്മ വീണ്ടും ഒരു അമ്മൂമ്മ. ഞാനും ഒരു അമ്മൂമ്മയാവാൻ പോവാടാ. നിന്റെ ഏട്ടന്മാര് വല്യച്ഛനാവാൻ പോവാ. നിന്റെ ഏട്ടത്തിമാര് വല്യമ്മമാരാവാൻ പോവാ. അനു കീർത്തി ചേച്ചിമാരാവാൻ പോവാ. റിയലി? ആ. ഏയ്, അങ്ങോട്ട് മാറ്. അയ്യോ അഖിൽ എന്റെ തല കറങ്ങുന്നു. അതെ മോളെ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും. തല കറങ്ങും ഛർദിലും വരും. അഖിൽ ഒന്ന് നിർത്ത്. ഓക്കെ ഓക്കെ, സുന്ദരി കുട്ടി, എന്റെ മുത്തേ. താങ്ക്സ് കാർത്തിക. എടാ കൊച്ചുമോനെ, ഈ ഗുഡ് ന്യൂസ് ഞാനല്ലേ നിന്നോട് പറഞ്ഞേ. എന്നെ എടുത്ത് കറക്കടാ. ആ ശരി. എന്റെ അമ്മോ, ഇതെന്നെ കൊണ്ട് താങ്ങില്ല. അർജന്റായിട്ട് ഈ ന്യൂസ് അമ്മയോടും അച്ഛനോടും ഏട്ടനോടും ഏട്ടത്തിമാരോടും പോയി പറയട്ടെ. അഖിൽ അഖിൽ നിക്ക്, ഞാൻ പറയട്ടെ. എന്താടി? എന്താ മോളെ, ഈ നല്ല കാര്യം ആദ്യം നിന്റെ അച്ഛനോടും അമ്മയോടും പറയണമെന്നാണോ? ആരോടും ഇപ്പൊ പറയണ്ട. ആ എന്താ? എന്താന്ന് വെച്ചാ എനിക്ക് വന്ന വോമിറ്റിംഗ് ആ വോമിറ്റിംഗ് അല്ല. രാത്രി കഴിച്ചത് ദഹിച്ചില്ല, അതുകൊണ്ടാ ഇപ്പൊ വോമിറ്റ് ചെയ്തേ. അത് പിന്നെ കൊച്ചുമോനെ, ഇവള് ഛർദിക്കുന്നത് ഞാൻ കണ്ടപ്പോ ആ ഛർദിയാണെന്ന് വിചാരിച്ചടാ. നിങ്ങളെ ഞാനുണ്ടല്ലോ ഇന്ന് കൊല്ലും. നിങ്ങൾ വെറുതെ ഇരുന്ന് എന്നെ വിളിച്ച് ഡിസപ്പോയിന്റഡ് ആക്കിയല്ലേ? നിങ്ങളെ ഞാൻ ജീവനോടെ കടലിൽ തള്ളും. ഇനി ഇങ്ങനെ കള്ളത്തരം പറഞ്ഞുണ്ടല്ലോ കൊന്നു കളയും ഞാൻ. നിന്നെയൊക്കെ ഛേ. എന്താണ് ഇത്? ഇത്ര ലേറ്റ് ആയിട്ടാണോ ഈ കാര്യം പറയുന്നേ? അയ്യോ, നേരത്തെ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കേൾക്കുമായിരുന്നോ? നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓവർ ആക്ഷൻ ചെയ്തോണ്ടിരിക്കും. ശരി ശരി, ഇന്നലെങ്കിൽ എന്താ, വേറൊരു ദിവസം നീ ആ ഛർദിൽ ഛർദിക്കല്ലോ. ഇനി ഒരു തവണ കൂടി വോമിറ്റിംഗ് എന്ന് പറഞ്ഞാ ഞാൻ തന്നെ നിങ്ങളെ കൊല്ലും. അയ്യോ, അതെല്ലാം വീട്. ഉണ്ണിയുടെ കാര്യത്തില് അഭി എന്തൊക്കെയോ ചെയ്യുന്നു പറഞ്ഞില്ലേ? അതെന്തായിരിക്കും? അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ആന്റി. അഭിയേട്ടൻ കോൺഫിഡൻസോട് കൂടി പറയണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. അവന്റെ ബുദ്ധിയെല്ലാം ഉപയോഗിച്ച് ഉണ്ണി അവന്റെ സ്വന്തം മകനാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നു പറ? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. അഭിയേട്ടൻ എന്നും ഉണ്ണിയുടെ ഗാർഡിയൻ തന്നെയായിരിക്കും. ഗാർഡിയനായിരിക്കാൻ വസു സമ്മതിക്കില്ല. ഉണ്ണി വിഷമിക്കില്ലേ? അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അഭി എന്ത് ചെയ്യുന്ന നിന്റെ വിചാരം? എന്ത് ചെയ്താ ഉണ്ണി അഭിയുടെ സ്വന്തം മകനായിട്ട് മാറും? എന്ത് തന്നെ ചെയ്താലും അഭിയേട്ടന് ഉണ്ണി സ്വന്തം കുഞ്ഞാവില്ല. ഇല്ലടി, അഭി എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. വൈകുന്നേരത്തിൽ ആ കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ, അപ്പൊ നോക്കാം. അയ്യോ, വൈകുന്നേരത്തിനുള്ളിൽ തീരുമാനം പറയാന്നും പറഞ്ഞ് അഭി പോയി. അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നേ? അഭിയേട്ടൻ എന്ത് ചെയ്താലും ഉണ്ണി ഒരിക്കലും സ്വന്തം മകനാവില്ല. ആന്റി ഒരിക്കലും ടെൻഷൻ ആവണ്ട. എന്റെ പേടി കൂടി വരിക ചേച്ചി. അദ്ദേഹം എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നെന്ന് ആലോചിച്ച് പേടിയായിട്ട് വയ്യ. അഭിക്കില്ലാത്ത പേടി വെറുതെ നിനക്കെന്തിനാ? ഉണ്ണി അവന്റെ സ്വന്തം മോനാന്ന് അഭി തന്നെ ഓർപ്പിച്ച് പറഞ്ഞില്ലേ? അഭി അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് വിചാരിച്ച പോലെ നടക്കണമെന്നില്ലല്ലോ. അവൻ എന്ത് തീരുമാനം പറയുമെന്നാ പറഞ്ഞേ? നമസ്കാരമുണ്ട്. വരണം വരണം ജ്യോത്സ്യരെ. താങ്കൾ ഈ സമയത്ത്? ഇവിടെ നിന്ന് അഭി ഫോൺ ചെയ്ത് ഈ സമയത്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അഭി പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. അതുപോട്ടെ, അഭി ഇപ്പൊ ഇവിടെ ഇല്ലേ? മുകളിലുണ്ടെന്ന് തോന്നുന്നു. ജ്യോത്സ്യരിയ്ക്ക്. എന്തിനാ പൂജാരി വന്നത്? അറിയില്ല ആന്റി.
പൂജാരി എന്തിനാ ചേച്ചി വന്നേ? ആ പൂജാരി എത്തിയല്ലോ. നമസ്കാരം. ഈ സമയത്ത് എന്നോട് വരാൻ പറഞ്ഞിരുന്നു. അബി ഈ നേരത്തെ എന്തിനാ ജോത്സ്യരോട് വരാൻ പറഞ്ഞേ? മുഹൂർത്തം നോക്കാനാണമ്മേ. എന്തിന്റെ മുഹൂർത്തം? ദത്തെടുക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ്. ദത്തെടുക്കാനോ? അതെ അമ്മേ. നമ്മുടെ ഉണ്ണിയെ ഞാൻ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ചിന്തിച്ചതേയില്ല. ഉണ്ണി എന്റെ സ്വന്തം മകനല്ലെന്നല്ലേ പറഞ്ഞത്? അവന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എന്റെ പേരല്ലെന്നും പറഞ്ഞു. ഞാൻ ഉണ്ണിയുടെ വെറും ഗാർഡിയനാണെന്ന് പറഞ്ഞു. ഈ പ്രശ്നത്തിന് ഇങ്ങനെ ഒരു പരിഹാരമേ ഉള്ളൂ. ഉണ്ണിയെ ഞാൻ സ്വന്തം മകനായി ദത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒഫീഷ്യലായി ഉണ്ണി എന്റെ മകനായി മാറും. പിന്നെ അവന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എന്റെ പേരായിരിക്കും. നിയമപ്രകാരം പിന്നെ എന്റെ എല്ലാത്തിനും പിൻഗാമി അവനായിരിക്കും. പിന്നെ ഈ ലോകം നമ്മുടെ ഉണ്ണിയെ എന്റെ സ്വന്തം മകനായി മാത്രമേ കാണൂ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഉണ്ണി നിന്റെ മകൻ തന്നെയാണല്ലോ അബി. ഉണ്ണിയെ ഈ കുടുംബം മുഴുവൻ അംഗീകരിച്ചതല്ലേ? ഉണ്ണി ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ? ഇതിലുപരി ലോകവും നിയമവും ഉണ്ണിയെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ അബി? അത് വേണോ അമ്മേ? ഇപ്പൊ ഞാൻ ഉണ്ണിയെ ദത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ആധാർ കാർഡിൽ അച്ഛന്റെ പേരിന്റെ സർനെയിം വേറെ വേറെ ആയിരിക്കും. ഉണ്ണിയെ ഞാൻ ദത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ പേരിന്റെ ഒപ്പം എന്റെ പേരായിരിക്കും. അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എന്റെ പേര് അപ്ഡേറ്റ് ആവും. പിന്നെ ആരെ കൊണ്ടും ഉണ്ണി എന്റെ സ്വന്തം മകനല്ലെന്ന് പറയാൻ കഴിയില്ല. ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് അവൻ ജനിച്ച ആ വീടിനെയും അവൻ ജനിക്കാൻ കാരണമായ അച്ഛന്റെ പേരും അങ്ങനെ മാറ്റാമോ അബി? വിധി എന്തിനാ നമ്മൾ മാറ്റുന്നേ? അങ്ങനെ മാറ്റാതിരിക്കാൻ വേണ്ടി അത് ദൈവം എഴുതിയ വിധിയൊന്നുമല്ല. അത് മാറ്റിക്കഴിഞ്ഞാ നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ണിയുടെ തലവിധി മാറും. അങ്ങനെയല്ല അബി. അമ്മേ പ്ലീസ്. ഞാൻ നല്ലപോലെ ആലോചനയായി തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇനി ആരും സംസാരിക്കണമെന്നില്ല.